നമ്മളുടെ തുടരുകയാണ്. നമുക്ക് കാര്യമായിട്ട് പറയാനുള്ളത് ടാൻജൻറ്റ് ലൈൻസിനെ കുറിച്ചും നോർമൽ ലൈൻസിനെ കുറിച്ചുമാണ്. സോ ടാൻജൻറ്റ് ലൈൻസ് ആൻഡ് നോർമൽ പ്ലെയിൻസ്, ഇതെന്താ നമുക്ക് നോക്കാം. അത് നമ്മൾ നേരത്തെ ഇതുവരെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ഗ്രേഡിയൻറ്റിൻ്റെ ഒരു ജിയോമെട്രിക് ഇൻ്റർപ്രിട്ടേഷൻ കാണാം. എങ്ങനെയാണ് ഗ്രേഡിയൻറ്റ് വർക്ക് ചെയ്യുന്നത്, ഗ്രേഡിയൻറ്റിൻ്റെ ഒരു ജിയോമെട്രിക് മീനിങ് എന്താണെന്നൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. സപ്പോസ് വി ഹാവ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ, സേ z ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ. ഈ z ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈയുടെ ഒരു ലെവൽ കർവ് ആണ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു സി എന്ന് അസ്യൂം ചെയ്യാം. സോ ഇവിടെ നമുക്കൊരു level curve ഉണ്ട്. Okay, let this be the level curve. So this is the curve f of x y equal to c, and let p be a point. P the coordinates are x naught y naught, so p x naught y naught be a point on the level curve. So I choose that p to be here. ഒരു ജനറൽ പോയിന്റ് എവിടെയുള്ളൊരു പോയിന്റ് ആണ് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി suppose this curve f of xy equal to c is parameterized as x equal to g of t, y equal to h of t. You know how to parameterize a curve, അല്ലെങ്കിൽ കർവിൻ്റെ പാരാമീറ്ററൈസേഷൻ എന്താണെന്ന് നമുക്കറിയാം അല്ലേ. ഒരു വേരിയബിൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പാരാമീറ്റർ ഉപയോഗിച്ച് നമ്മളൊരു രണ്ട് പുതിയ ഇക്വേഷൻസ് എക്സിനും വൈനും പുതിയ ഇക്വേഷൻസ് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുന്നു, എക്സ്പ്രസ് ചെയ്യുന്നതല്ലാണ് നമ്മൾ സാധാരണ പാരാമീറ്ററൈസേഷൻ എന്ന് വിളിച്ചിരുന്നത്. സോ അതുതന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ പാരാമീറ്ററൈസ് ചെയ്യുന്ന പാരാമെട്രിക് ഇക്വേഷൻസ് ആണ് എക്സ് ഈക്വൽ ടു ജി ഓഫ് ടിയും വൈ ഈക്വൽ ടു എച്ച് ഓഫ് ടിയും. ഇതിനെ നമ്മൾ മുമ്പ് എങ്ങനെ എഴുതിയിരുന്നു, ആർ ഓഫ് ടി ഈക്വൽ ടു എക്സ് ഓഫ് ടി ഐ ഓർ ജി ഓഫ് ടി ഐ പ്ലസ് എച്ച് ഓഫ് ടി ജെ എന്നൊക്കെ എഴുതിയിരുന്നു. അപ്പം ആർ ഡാഷ് അതിൻ്റെ ടാൻജൻ്റ് ആയിരുന്നു. അതൊക്കെ ഐ ഹോപ്പ് യു റിമെമ്പർ ദാറ്റ്. ഓക്കെ, നൗ corresponding to this x naught y naught, x naught y naught എങ്ങനെയായിരിക്കും നമ്മൾ അസ്യൂം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ x naught ഈക്വൽ ടു g of t naught ആൻഡ് y naught ഈക്വൽ ടു h of t naught. ഓക്കെ, അപ്പോൾ t ഈക്വൽ ടു t naught ആവുന്ന കേസിലാണ് x naught വരുന്നത്, t ഈക്വൽ ടു t naught ആവുന്ന കേസിലാണ് y naught വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അപ്പോൾ എന്തായി, എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് ജി ഓഫ് ടി എച്ച് ഓഫ് ടി ആയില്ലേ. കാരണം എക്സും വൈയും നമ്മൾ പാരാമീറ്ററൈസ് ചെയ്ത് ടി ഉപയോഗിച്ചിട്ട് യൂസിങ് ദ ഫംഗ്ഷൻസ് ജി ഓഫ് ടി ആൻഡ് എച്ച് ഓഫ് ടി. ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് ദ കേസ്, ദ ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഓർ സെഡ് വിത്ത് റെസ്പെക്ട് ടു ടി ക്യാൻ ബി ഇവാലുവേറ്റഡ് ആസ്, ഇത് നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്, ദ ഡെറിവേറ്റീവ് ക്യാൻ ബി ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് ജി ഓഫ് ടി എച്ച് ഓഫ് ടി അറ്റ് ഓർ ദ ഫംഗ്ഷൻ എഫ് ഓഫ് ടി ജി ഓഫ് ടി എഫ് ഓഫ് ജി ഓഫ് ടി എച്ച് ഓഫ് ടി ഈക്വൽ ടു സി. ഈ ലെവൽ കർവിനെ കൺസിഡർ ചെയ്താൽ മതി, ഹോൾ ഫംഗ്ഷൻ വേണ്ട. അപ്പോൾ ഈ ലെവൽ കർവിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ കാണാം, ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് ടു വേരിയബിൾസ്, രണ്ട് കമ്പോണൻസ് ഉണ്ട്, ടിയുടെ രണ്ട് ഫംഗ്ഷൻസാണ് രണ്ട് കമ്പോണൻസ്. സോ ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡി ജി ബൈ ഡി ടി ആണ്, ജി ഓഫ് ടി എന്ന് പറഞ്ഞാൽ എക്സ് ആയതുകൊണ്ട് ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി equal to, we have the constant c on the right side, so derivative with respect to any variable, the constant will have a derivative of 0. But with respect to any variable, constant derivative എന്താ 0 ആണ്. ഓക്കെ, ഇനി രണ്ട് വെക്റ്റേഴ്സ് ഞാൻ പറയാം. ഇൻട്രൊഡക്ഷനിൽ നമ്മൾ നേരത്തെ കണ്ട വെക്റ്റേഴ്സാണ്. ഒന്ന് ഗ്രാഡ് എഫ് ഓഫ് എക്സ് വൈ, വിച്ച് വാസ് ആക്ച്വലി ഡിഫൈൻഡ് ആസ് ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ. And the another vector is r dash. ഇവിടെ r of t equal to h of g of t I plus h of t j ആയിട്ടാണ് നമ്മൾ ഈ കർവിനെ പാരാമീറ്ററൈസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ r of t equal to dx by dt I plus dy by dt j. ഓക്കെ, ഇങ്ങനെ രണ്ട് വെക്റ്റേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ രണ്ട് വെക്റ്റേഴ്സ് എവിടെയാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇക്വേഷനിലേക്ക് ഒന്നുകൂടെ നോക്കുക. ഈ ഇക്വേഷൻ എനിക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എനിക്ക് വേണമെങ്കിൽ ഈ രണ്ട് വെക്റ്റേഴ്സിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. നോക്കൂ, ഗ്രാഡ് എഫ് ഡോട്ട് ആർ ഡാഷ് എന്താ വരിക, ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി വിച്ച് ഈസ് ദ സെക്കൻഡ് ടേം. അല്ലേ? സോ the left hand side of this equation can be rewritten as the dot product of these two vectors.
എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാഡ് ഓഫ് സി, നമ്മളിതൊക്കെ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു സി എന്ന് പറയുന്ന പോയിന്റ്, അതായത് ഈ കർവിൻ്റെ പുറത്താണ് ചെയ്യുന്നത്. സോ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അങ്ങോട്ട് വരാം. സോ ഗ്രാഡ് ഓഫ് ഡോട്ട് ആർ ഡാഷ് ഈക്വൽ ടു 0 എന്ന് പറയാൻ പറ്റും. സോ സ്പെസിഫിക്കലി വെൻ ടി ഈക്വൽ ടു ടി നോട്ട്, സ്പെസിഫിക്കലി വെൻ ടി ഈക്വൽ ടു ടി നോട്ട്, ഈ ടി ഈക്വൽ ടു ടി നോട്ട് എന്ന് പറയുമ്പം എക്സ് നോട്ട് ജി ഓഫ് ടി നോട്ട് എക്സ് നോട്ടും എച്ച് ഓഫ് ടി നോട്ട് വൈ നോട്ടും ആയതുകൊണ്ട് ടി ഈക്വൽ ടു ടി നോട്ട് എന്ന് പറഞ്ഞ പോയിന്റ് പി ആണ്. അതല്ലേ പി അല്ലേ എക്സ് നോട്ട് വൈ നോട്ടായിട്ട് ചൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, സോ സ്പെസിഫിക്കലി വെൻ ടി ഈക്വൽ ടു ടി നോട്ട് നമുക്കിവിടെ ഗ്രാഡ് എഫ് എന്തായി മാറും, ഗ്രാഡ് എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ടായി മാറും. അതുപോലെ തന്നെ ആർ ഡാഷ് എന്തായി മാറും, ആർ ഡാഷ് ഓഫ് ടി നോട്ടായി മാറും അല്ലേ. ആർ ഓഫ് ടി ജി ഓഫ് ടി എച്ച് ഓഫ് ടി ആണ്. അല്ലെങ്കിൽ ആർ ഡാഷ് ഓഫ് ടി നോട്ട് എന്ന് പറയുന്ന ജി ഓഫ് ടി എച്ച് ഓഫ് ടി കർവിൻ്റെ പാരാമീറ്ററൈസേഷൻ ആണ് ഈ പോയിന്റിലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ്, ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താ, അതിൻ്റെ ടാൻജൻറ്റ് ഡയറക്ഷൻ. സപ്പോസ് ദിസ് ഇസ് ദ ഡയറക്ഷൻ ഓഫ് ദ ടാൻജൻറ്റ്. ഇതാണ് ആർ ഡാഷ് ഓഫ് ടി എന്ന് വിചാരിക്കുക. ആർ ഡാഷ് ഓഫ് ടി നോട്ട്, ഇവിടെ ടി നോട്ട് ആയിരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫ്രം ദിസ് ഇക്വേഷൻ ദിസ് ഡോട്ട് പ്രൊഡക്റ്റ് ഈസ് 0, വിച്ച് മീൻസ് ദീസ് ടു വെക്ടേഴ്സ് ആർ ഇൻ ഓർത്തോഗണൽ ഡയറക്ഷൻ. ഈ രണ്ട് വെക്ടേഴ്സ് എന്താണ്, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ് അല്ലെങ്കിൽ ഓർത്തോഗണലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് 90 ഡിഗ്രി ഡയറക്ഷനിലേക്കായിരിക്കും ആരുണ്ടാവുക, ഗ്രാഡിയൻ്റ് ഉണ്ടാവുക. ഓക്കെ, സോ ഗ്രാഡ് എഫിൻ്റെ ഡയറക്ഷൻ എന്താണ്, ഗ്രാഡ് എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ടിൻ്റെ ഡയറക്ഷൻ വിച്ച് ഈസ് സി, സപ്പോസ് ദിസ് ഈസ് ഇൻ 90 ഡിഗ്രി, ഉദ്ദേശിച്ചത് 90 ഡിഗ്രിയാണ്. സോ ദിസ് ഈസ് ഇൻ 90 ഡിഗ്രി. അപ്പോൾ ആർ ഡാഷുമായിട്ട് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് ഗ്രേഡിയൻ്റ് ഉണ്ടാവുക. ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ആർ ഡാഷ് എന്ന് പറയുന്നത് ശരിക്കും ടാൻജൻറ്റ് വെക്ടറിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും കർവിൻ്റെ ഡയറക്ഷനായിട്ടാണ് പറയാറ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് എന്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും, ഗ്രാഡ് എഫ് ഈസ് ഓർത്തോഗണൽ ടു, ഗ്രാഡ് എഫ് ഈസ് ഓർത്തോഗണൽ ടു ദ ലെവൽ കർവ് അറ്റ് പി. അപ്പോൾ ഒരു പോയിന്റിലെ ഗ്രേഡിയൻ്റ് എടുത്തു കഴിഞ്ഞാൽ അത് ആ പോയിന്റിലെ ലെവൽ കർവിന് ഓർത്തോഗണലായിരിക്കും. ഓക്കെ, ഇതാണ് നമ്മൾ ഈ സെഷനിൽ കാര്യമായിട്ട് ഉദ്ദേശിക്കുന്നത്. So remember this, grad f is orthogonal to the level curve through that point where we analyze the gradient. Okay, so this is how we conclude this point. So ആ പറഞ്ഞത് 2 വേരിയബിൾ കേസിലായിരുന്നു. ഇനി വേണമെങ്കിൽ നമുക്കത് ഹയർ നമ്പർ ഓഫ് വേരിയബിൾസിലേക്ക് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. നമുക്ക് 3 വേരിയബിളിൻ്റെ കേസും കൂടെ നോക്കാം. സപ്പോസ് വി ഹാവ് എ ഫംഗ്ഷൻ സേ w ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ സെഡ്. അതിൻ്റെ ഒരു ലെവൽ കർവാണ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു സി എന്ന് വിചാരിക്കുക. ആ ലെവൽ കർവിലുള്ളൊരു പോയിൻ്റാണ് പി എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട്, നേരത്തെ എടുത്തതുപോലെ തന്നെ. സപ്പോസ് ദിസ് ലെവൽ കർവ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു സി ഈസ് പാരാമീറ്ററൈസ്ഡ് യൂസിങ് ദ പാരാമീറ്റേഴ്സ് എക്സ് ഈക്വൽ ടു ജി ഓഫ് ടി, വൈ ഈക്വൽ ടു എച്ച് ഓഫ് ടി ആൻഡ് സെഡ് ഈക്വൽ ടു some k of t. Okay, so if it is the case, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺസിഡർ ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു സി. ആ ലെവൽ കർവിൻ്റെ ഇക്വേഷൻ അതിപ്പോൾ എങ്ങനെയായി മാറിയിട്ടുണ്ടാവും, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് ടി അല്ലേ, വൈ ഈക്വൽ ടു എച്ച് ഓഫ് ടി ആണ്, സെഡ് ഈക്വൽ ടു കെ ഓഫ് ടി ആണ്. സോ എഫ് ഓഫ് ജി ഓഫ് ടി കെ എച്ച് ഓഫ് ടി കെ ഓഫ് ടി ഈക്വൽ ടു സി ആയിട്ടുണ്ടാവും. ഇതിനെ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണാം. ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുമ്പോൾ എങ്ങനെയാണ് വരിക, ഇവിടെ നമുക്ക് അതേപോലെ തന്നെ ചെയിൻ റൂൾ ഉപയോഗിക്കാം. ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി പ്ലസ് ഡോ എഫ് ബൈ ഡോ ഇസഡ് ഇൻറ്റു ഡി ഇസഡ് ബൈ ഡി ടി ഈക്വൽ ടു 0. ഇവിടെ കോൺസ്റ്റൻ്റ് അല്ലേ, ഈക്വൽ ടു 0. റൈറ്റ്. അങ്ങനെയാണെങ്കിൽ നേരത്തെ ചെയ്ത പോലെ നമുക്ക് ഇതിന് 2 വേരിയബിൾസിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാം. ചേർത്ത് ഗ്രേഡിയൻ്റ് ആൻഡ് ആർ ഡാഷ് അല്ലേ നോക്കാം. നമുക്കൊന്ന് ഡോട്ട് പ്രൊഡക്റ്റ് ആയിട്ട് എഴുതി നോക്കാം. ഡോ എഫ് ബൈ ഡോ എക്സ് കൊമ ഡോ എഫ് ബൈ ഡോ വൈ ഓർ ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ, അങ്ങനെ എഴുതാം അല്ലേ. ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ എഫ് ബൈ ഡോ ഇസഡ് കെ ഡോട്ട് ഡി എക്സ് ബൈ ഡി ടി ഐ പ്ലസ് dy by dt j plus dz by dt k. ഈ കെയും നമ്മുടെ കെ ഓഫ് ടി നമ്മൾ കൺഫ്യൂസ്ഡ് ആവരുത്. ഈ കെ യൂണിറ്റ് വെക്റ്റർ കെ ആണ്. ഇതെല്ലാം
ഐ ക്യാപ് ജെ ക്യാപ് കെ ക്യാപ് ഉള്ളതാണ്. ഇതൊക്കെ യൂണിറ്റ് വെക്ടേഴ്സാണ്. ദിസ് വാസ് എ ഫംഗ്ഷൻ ഓഫ് ടി. ഓക്കെ, എന്ന് വെച്ചാൽ ദിസ് ഈസ് നത്തിങ് ബട്ട് ഗ്രാഡ് എഫ്. അല്ലെ ഗ്രാഡ് എഫിനല്ലേ നമ്മൾ ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ എഫ് ബൈ ഡോ എസ് കെ എന്ന് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഡോട്ട് ഇത് ആർ ഡാഷ് ആണ്. ആർ ഓഫ് ടി ഈക്വൽ ടു ജി ഓഫ് ടി എച്ച് ഓഫ് ടി കെ ഓഫ് ടി ആണെങ്കിൽ ആർ ഡാഷ് ആണ് ഡി എക്സ് ബൈ ഡി ടി ഡി വൈ ബൈ ഡി ടി ഡി സെഡ് ബൈ ഡി ടി ആണ്. എക്സ് ഈക്വൽ ടു ജി ഓഫ് ടി വൈ ഈക്വൽ ടു എച്ച് ഓഫ് ടി ആൻഡ് സെഡ് ഈക്വൽ ടു കെ ഓഫ് ടി ആണ്. സോ ദിസ് ഈസ് ആർ ഡാഷ് ഓഫ് ടി ഓർ ആർ ഡാഷ്. ഇവിടെ അതുപോലെ തന്നെ ഗ്രാഡ് എഫ് ഡോട്ട് ആർ ഡാഷ് ഈസ് 0. ഇവിടെ ഇനിയൊരു നമ്മൾ കൺക്ലൂഷൻ എഴുതുമ്പോൾ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ ലെവൽ കർവ് പറഞ്ഞു, ഇവിടെ ലെവൽ കർവ് അല്ലല്ലോ അല്ലേ. നമ്മളിതൊരു ലെവൽ കർവ് തന്നെ എവിടെയും പറഞ്ഞു. ഇവിടെ ശരിക്കും ലെവൽ സർഫസ് അല്ലേ വരിക. കാരണം ഇവിടെ 3 വേരിയബിൾസ് അല്ലേ, എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു സി അല്ലേ. സോ ഇവിടെ ബേസിക്കലി ഒരു ലെവൽ സർഫസ് ആണ് വരിക, ലെവൽ കർവ് അല്ല. സോറി ഇത്. സോ ഇവിടെ ബേസിക്കലി നമ്മുടെ കൺക്ലൂഷൻ വരിക, ഇവിടെയും പെർപെൻഡിക്കുലർ ആണ്. ഈ ഗ്രാഡ് എഫിൻ്റെ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ആർ ഡാഷ് ആണ്. സോ ആർ ഡാഷ് ഈസ് ആക്ച്വലി ടാൻജൻറ്റ് ടു ദ ലെവൽ സർഫസ് അല്ലേ. ടാൻജൻറ്റ് ഈ ആർ ഓഫ് ടി എന്ന് പറയുന്നത് ലെവൽ സർഫസ് ആണ്. അപ്പോൾ ആർ ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് ടാൻജൻറ്റ് ടു ലെവൽ സർഫസ് ആണ്, അല്ലെങ്കിൽ ലെവൽ സർഫസിൻ്റെ അതേ ഡയറക്ഷനാണ്. അപ്പോൾ നമുക്കൊരു കൺക്ലൂഷൻ എങ്ങനെ എഴുതാം? ഗ്രാഡ് എഫ് ഈസ് നോർമൽ ടു ദ ലെവൽ സർഫസ്. ഗ്രാഡ് എഫ് ഈസ് നോർമൽ ടു ദ ലെവൽ സർഫസ്. അപ്പോൾ ഈ 2 കേസുകളൊന്നും ഓർത്തിരിക്കുക, 2 വേരിയബിളിൻ്റെ കേസും 3 വേരിയബിളിൻ്റെ കേസും. ഇത് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, പക്ഷേ ചിലപ്പോൾ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് കാണാം. പിന്നീട് നിങ്ങൾ ഹയർ സ്റ്റഡീസിലേക്കൊക്കെ ചെല്ലുമ്പോൾ ഒരു പക്ഷേ ഇത് വീണ്ടും ഉപയോഗിച്ചേക്കാം. അത്രയേ ഉള്ളൂ. അത് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റ് അല്ല. അപ്പോൾ ഓർത്തിരിക്കുക. റൈറ്റ്. സോ ഇനി നമുക്ക് ടാൻജൻറ്റ് പ്ലെയിൻസിനെ കുറിച്ച് അറിയാൻ ശ്രമിക്കാം. സോ തൊട്ട് മുമ്പ് നമ്മൾ കണ്ടു ഗ്രാഡ് എഫ് ഈസ് നോർമൽ ടു ടാൻജൻറ്റ് പ്ലെയിൻ. സോ വാട്ട് ഈസ് ടാൻജൻറ്റ് പ്ലെയിൻ? സോ ടാൻജൻറ്റ് പ്ലെയിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് സപ്പോസ് ഈ 2 അസംഷൻസ് നമുക്ക് വേണം. ലെറ്റ് ഡബ്ല്യു ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ സെഡ് ബി എ ക്യാപിറ്റൽ എഫ് എടുക്കാം. ഡബ്ല്യു ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ സെഡ് ബി എ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ആൻഡ് സെഡ്, and a surface is given by f of xy z equal to c. We call this as the level surface. Right. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ the tangent plane can be defined as definition ഇങ്ങനെയാണ് വരുന്നത്. Let p x naught y naught be a point. P is a point. P യുടെ coordinates ആണ് x naught y naught and z naught. Is a point on the graph of point on the graph of f of x y z equal to c. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയപ്പെട്ട ലെവൽ സർഫസിൻ്റെ പുറത്ത് വരുന്നൊരു പോയിൻ്റാണ് പി. ലെവൽ സർഫസിലുള്ളൊരു പോയിൻ്റാണ് പി. വേർ ഗ്രാഡ് എഫ് ഈസ് നോൺ സീറോ. സോ നമ്മുടെ ഈ ഗ്രാഡ് എഫ് നോൺ ഈക്വൽ ടു നോൺ സീറോ, അല്ലെങ്കിൽ ഗ്രാഡ് എഫ് ഈസ് നോൺ സീറോ എന്ന് പറയുന്ന ഒരു അസംഷൻ ഉണ്ടെങ്കിൽ we can define the tangent plane at P. So plane ഒരു പോയിന്റിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. The plane at P is the plane through P. പിയിലൂടെ പാസ് ചെയ്യുന്ന പ്ലെയിൻ, അല്ലെങ്കിൽ പിയെ ഉൾക്കൊള്ളുന്ന പ്ലെയിൻ that is normal to grad f. ഈ ഗ്രാഡ് എഫിന് നോർമലായിട്ടാണ് ആ പ്ലെയിൻ സ്ഥിതി ചെയ്യുന്നത്, which is evaluated at P. അതിൻ്റെ വാല്യൂസ് നമ്മൾ പിയിലാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. സി, ഇതൊരു ഫോർമൽ ഡെഫിനിഷനാണ്. വി വിൽ നോട്ട് ബി യൂസിങ് ദിസ് ഡെഫിനിഷൻ ടു ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റ് പ്ലെയിൻസ്. ഓക്കെ, സോ ഇക്വേഷൻ ഒന്നുകൂടി നോക്കുക. ടാൻജൻറ്റ് പ്ലെയിൻ അറ്റ് പി ഈസ് ദ പ്ലെയിൻ ത്രൂ പി ദറ്റ് ഈസ് നോർമൽ ടു ഗ്രാഡ് എഫ് ആൻഡ് ഇവാലുവേറ്റഡ് അറ്റ് ടി. ഇപ്പോൾ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു സി ഈസ് ദ ലെവൽ കർവ് ആൻഡ് ഗ്രാഡ് എഫ് ഈസ് നോൺ സീറോ. ഓക്കെ, ഇനി പ്രാക്ടിക്കൽ സെൻസിൽ എങ്ങനെയാണ് ഈ ടാൻജൻറ്റ് പ്ലെയിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ നോക്കുക. നമ്മൾ ഈ ഡെഫിനിഷൻ നമുക്ക് കാര്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഒന്നും കിട്ടുന്നില്ല. സോ ലെറ്റ് പി എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് ബി എ പോയിന്റ് ഓൺ ദ ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു സി, അല്ലെങ്കിൽ ലെറ്റ് പി ബി എ പോയിന്റ് ഓൺ ദ ലെവൽ കർവ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു സി. അസ്യൂം ഗ്രാഡ് എഫ് ഈസ് നോൺ സീറോ. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഫണ്ടമെൻ്റൽ അസംഷൻസൊക്കെ നമ്മൾ അതുപോലെ അസ്യൂം ചെയ്യുന്നു.
Then the equation of the tangent plane at P, the equation of tangent plane at P is ശ്രദ്ധിക്കുക fx at x0 y0 z0 into x minus x0 plus fy into x0 fy of at x0 y0 z0 into y minus y0 plus fz at x0 y0 z0 into z minus z equal to 0. So equation are equal to 0. So this is the equation of the tangent plane to f of xyz equal to c, which is passing through the point p x0 y0 z0. നേരത്തെ പറഞ്ഞ ഡെഫിനേഷനിൽ നമ്മളൊരു ഇവാലുവേറ്റർ ടു പി എന്ന് പറഞ്ഞിരുന്നു. ആ ഇവാലുവേഷനാണ് ഈ കാണുന്നത്. x0 y0 z0 ആണ് നമ്മൾ ഈ എല്ലാ വാല്യൂസിനെയും ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതായിരിക്കും നമ്മൾ പ്രാക്ടിക്കലി ഉപയോഗിക്കുന്ന ഡെഫിനിഷൻ. സോ റിമെമ്പർ ദിസ് ഡെഫിനിഷൻ. സോ കാര്യങ്ങളൊന്നും കൂടെ സിമ്പിളാക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. കൺസിഡർ or find the equation of the tangent plane to the graph of x square minus 4y square plus z square equal to 16 at ഒരു പോയിന്റിലാണ് നമ്മൾ ടാൻജന്റ് പ്ലെയിൻ കണ്ടിരിക്കുന്നത്. സോ അറ്റ് 2 1 4. ഓക്കെ, 2 1 4 എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫിനുള്ള ടാൻജന്റ് പ്ലെയിൻ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ബേസിക്കലി എന്താ ചോദിച്ചിട്ടുള്ളത്, ഇഫ് യു കൺസിഡർ എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ സെഡ് equal to x square minus 4y square plus z square. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 16 എന്ന് പറയുന്ന ഒരു ലെവൽ കർവിനുള്ള ടാൻജന്റ് ലൈൻ അറ്റ് ദിസ് ഗിവൺ പോയിന്റ് അല്ലേ ചോദിച്ചിട്ടുള്ളത്. അത് നമുക്കറിയാമല്ലോ. സോ ദിസ് ഈസ് അവർ x0 y0 z0. ഓക്കെ, എഫ് ഓഫ് എക്സ് വൈ സെഡും തന്നിട്ടുണ്ട്. അതിന് നമുക്ക് ആ ഇക്വേഷൻ ഉപയോഗിക്കാം. ഇക്വേഷന് വേണ്ട ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു? നമുക്ക് എഫ് എക്സ് വേണ്ടി വന്നിരുന്നു, എഫ് വൈ വേണം, എഫ് ഇസെഡ് വേണം. ഇത് മൂന്നും എവിടെ ഇവാലുവേറ്റ് ചെയ്യണം? x0 y0 z0. പി എന്ന് പറയുന്നൊരു പോയിന്റ് ആയിരുന്നു നേരത്തെ നമുക്ക് ഡെഫിനേഷൻ പ്രകാരം. അപ്പോൾ x0 y0 z0 എന്ന് പറയുന്ന പോയിന്റിൽ വേണം ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ. അങ്ങനെയാകുമ്പം ഇതെന്തായിരിക്കും വാല്യൂസ് വരിക നമുക്ക് നോക്കാം. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. സോ എക്സ് സ്ക്വയർ മൈനസ് 4y സ്ക്വയർ പ്ലസ് z സ്ക്വയറിനെ എക്സിനോട് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ വിൽ ഗെറ്റ് 2x. സിമിലർലി ഇവിടെ എന്ത് കിട്ടും? 4 into 2y which is 8y. എഫ് സെഡ് എന്ത് കിട്ടും? 2z കിട്ടും. ഇനി ലെറ്റ്സ് ഇവാലുവേറ്റ് ദിസ് അറ്റ് x0 y0 z0 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഇൻറ്റു ഇവിടെ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 2 which is 4. ഇവിടെ 8 ഇൻറ്റു ഇവിടെ വൈയുടെ വാല്യൂ എന്താ? 1. സോ 8 into 1 which is 8. ഇവിടെ 2 ഇൻറ്റു സെഡിൻ്റെ വാല്യൂ എന്താ? 4. സോ which is again 8. സോ 4 8 8. ഇതാണ് എഫ് എക്സ് എഫ് വൈ ആൻഡ് എഫ് സെഡിൻ്റെ വാല്യൂസ് റെസ്പെക്ട് ചെയ്യും. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇക്വേഷൻ ഡയറക്റ്റായിട്ട് ഉപയോഗിക്കാം. ഇക്വേഷൻ എന്തായിരുന്നു? കൊടുത്ത് തന്നെ എഴുതി നോക്കാം. എഫ് എക്സ് ഇൻറ്റു, ഞാനിവിടെ എഫ് എക്സ് ഇൻറ്റു എഫ് എക്സ് അറ്റ് x0 y0 z0 ഇങ്ങനെ എഴുതുന്നില്ല. എഫ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് x0. ഓർക്കണം, ഈ എഫ് എക്സിൻ്റെ വാല്യൂസ് ഇതാണ് ഉപയോഗിക്കേണ്ടത്. പ്ലസ് എഫ് വൈ ഇൻറ്റു വൈ മൈനസ് y0 പ്ലസ് എഫ് ഇസെഡ് ഇൻറ്റു z മൈനസ് z0 ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ? എഫ് എക്സ് എന്താ? 4 ഇൻറ്റു എക്സ് മൈനസ് x0ൻ്റെ വാല്യൂ എന്താ? അവിടെ 2 അല്ലേ. പ്ലസ് എഫ് വൈ എന്താ? 8 ഇൻറ്റു വൈ മൈനസ് y0 എന്താ? 1 പ്ലസ് എഫ് സെഡ് എന്താ? 8 ഇൻറ്റു z മൈനസ് z0. z മൈനസ് z0 എത്രയാണ്? 4 ഈക്വൽ ടു 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പുറത്തോട്ട് എഴുതുന്നുണ്ട്. 4x മൈനസ് 8 പ്ലസ് 8y മൈനസ് 8 പ്ലസ് 8z മൈനസ് 32 അല്ലേ? അല്ല, ഇതിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടല്ലോ. ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് 4y സ്ക്വയർ അല്ലേ? അപ്പോൾ എഫ് വൈക്കൊരു നെഗറ്റീവ് 8y അല്ലേ വരിക? യെസ്. സോ ഇറ്റ്സ് മൈനസ് 8. അപ്പോൾ ആ മാറ്റം ഇവിടെയൊക്കെ വരും, ഇവിടെയൊക്കെ വരും. ഇവിടെ എങ്ങനെ മാറി വരും? മൈനസ് 8y പ്ലസ് 8z വരില്ലേ? പ്ലസ് 8z വരും ഈക്വൽ ടു 0. നമുക്ക് നോക്കാതെ എത്ര വരുന്നുണ്ടെന്ന്.
4x minus 8y plus 8z equal to ഈ -8 plus 8 പോയില്ലേ, ഇവിടെ എന്തുണ്ടാവും, ഒരു 32. This -32 is taken to the right side of equality. And we have a common factor of 4. ഇതൊക്കെ ഒരു ഇൻഫോർമൽ സിംപ്ലിഫിക്കേഷൻ ആണ്. ഇതൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഒരു വൃത്തിക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, സിംപ്ലിഫൈ ചെയ്തെടുക്കുന്നു. ഈസ് എക്സ് മൈനസ് 2y പ്ലസ് 2z ഈക്വൽ ടു 8. നമ്മൾ എന്ത് ചെയ്യുന്നു, ത്രൂ ഔട്ട് ഒരു 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റ് പ്ലെയിൻ ഫോർ ദ ഗിവൺ ഗ്രാഫ് ത്രൂ 2 and 4. ഓക്കെ, സോ ഇനി നമുക്ക് നോർമൽ ലൈൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ let P of x naught y naught z naught, P of x naught y naught z naught be a point on the graph of f of x y z equal to c. എന്ന് വെച്ച് കഴിഞ്ഞാൽ f of x y z equal to c എന്ന് പറയുന്ന ലെവൽ കർവിലൊരു പോയിൻ്റാണ് P. നേരത്തെ നമ്മൾ ടാൻജൻറ്റ് പ്ലെയിൻ എങ്ങനെയായിരുന്നു പറഞ്ഞത്, ഗ്രാഡ് എഫിന് നോർമലായിട്ടുള്ള പ്ലെയിൻ. ഇവിടെ നമ്മൾ നോർമൽ ലൈനായിട്ട് ഡിഫൈൻ ചെയ്യുന്നത്, ഇവിടെയും ആ അസംഷൻ ഉണ്ട് കേട്ടോ, ഗ്രാഡ് എഫ് ഈസ് നോൺ സീറോ. ഓക്കെ, സോ ദ നോർമൽ ലൈൻ ഈസ് ദ ലൈൻ കണ്ടെയ്നിങ് P, which is x naught y naught z naught, Pയുടെ കോർഡിനേറ്റ്സ് ആണ്, which is parallel to grad f. ഗ്രാഡ് എഫ് ഒരു വെക്ടർ ആണല്ലോ. അപ്പോൾ ഈ ഗ്രാഡ് എഫ് എന്ന് പറയുന്ന വെക്ടറിന് പാരലലായിട്ട് പി എന്ന് പറയുന്ന പോയിന്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ലൈനിനെയാണ് നോർമൽ ലൈൻ ടു ദ സർഫസ് അറ്റ് പി എന്ന് പറയും. ഈസ് കോൾഡ് ദ നോർമൽ ലൈൻ to the surface at P. ഓക്കെ, കാര്യങ്ങളൊന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സോ ഈ ക്വസ്റ്റ്യൻ കൺസിഡർ ചെയ്യാം. ഫൈൻഡ് ദ പാരാമെട്രിക് ഇക്വേഷൻസ് ഓഫ് ദി നോർമൽ ലൈൻ. Find the parametric equation of normal line to the surface given by z equal to 1/2 x square plus 1/2 y square plus 4 at 1 minus 1 5. Okay, so ഇവിടെ നമുക്കൊരു ലെവൽ കർവായിട്ട് തന്നിട്ടില്ല അല്ലേ. അപ്പോൾ ഇവിടുത്തെ ഒരു ലെവൽ കർവ് നമുക്ക് ഉണ്ടാകണം. അതിനൊരു കാര്യം ആദ്യം ചെയ്യാം. അപ്പോൾ സപ്പോസ് നമുക്ക് ഇങ്ങനൊരു ഫംഗ്ഷൻ ഉണ്ട് വിചാരിക്കാം, z ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ. ഈ z ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നൊരു ഫംഗ്ഷനെ നമുക്ക് എങ്ങനെയാണ് ഒരു സർഫസ്, ഇതൊരു സർഫസ് ആണല്ലോ, z ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ. ഇതിനൊരു ലെവൽ സർഫസ് ആയിട്ട് എങ്ങനെയാണ് നമ്മൾ പരിഗണിക്കുക? ഒരു ഉദാഹരണത്തിലൂടെ പറയുകയാണെങ്കിൽ, ഇവിടെ ഇരിക്കട്ടെ. സോ ഇതിന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്തൂടെ, z ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്നുള്ളതിന് വേണമെങ്കിൽ എഫ് ഓഫ് എക്സ് വൈ മൈനസ് z ഈക്വൽ ടു 0 എന്ന് വിളിക്കും. ഈ സ്മോൾ എഫ് ഓഫ് എക്സ് വൈ മൈനസ് സെറ്റിനെ വേണമെങ്കിൽ ഒരു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ സെറ്റ് ആയിട്ട് എനിക്ക് കൺസിഡർ ചെയ്യാം, കാരണം ദിസ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ആൻഡ് സെറ്റ്. സോ നൗ ദിസ് ഗീവ്സ് എ ലെവൽ സർഫസ് അല്ലേ. എഫ് ഓഫ് എക്സ് വൈ സെറ്റ് എന്ന് പറയുന്ന 3 വേരിയബിൾ ഫംഗ്ഷനെ 0നോട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന സർഫസിനെയാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ ഏതൊരു സർഫസ് തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ലെവൽ കർവ് അല്ലെങ്കിൽ ലെവൽ സർഫസ് കണ്ടെത്താൻ പറ്റും, അല്ലെങ്കിൽ ഇതിനൊരു ലെവൽ സർഫസായിട്ട് പരിഗണിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളതെന്ന് നോക്കുക, z ഈക്വൽ ടു ഹാഫ് എക്സ് സ്ക്വയർ പ്ലസ് ഹാഫ് വൈ സ്ക്വയർ പ്ലസ് 4. അതിനെങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കുക? ഇന്ന് കറസ്പോണ്ടിങ് ആയിട്ട് 0യിലേക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ലെവൽ സർഫസ് എന്ന് പറയുന്നത് ഏതാ? ഡിഫൈൻ എഫ് ഓഫ് x by z equal to half x square plus half y square minus z plus 4 അല്ലേ. ഇത് നമ്മുടെ സ്മോൾ എഫ് ആയിരുന്നു, ഹാഫ് എക്സ് സ്ക്വയർ പ്ലസ് ഹാഫ് വൈ സ്ക്വയർ പ്ലസ് 4 സ്മോൾ എഫ് ആയിരുന്നു, അതിനൊരു z മൈനസ് ചെയ്തു. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള സർഫസ് ഇപ്പോൾ ഏതായി മാറി? ഇത് ഈക്വൽ ടു z, ഇത് ഈക്വൽ ടു 0 എന്നുള്ള ലെവൽ സർഫസായി മാറി. റൈറ്റ്.
ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗ്രാഡ് എഫിന് പാരലൽ ആയിട്ടുള്ളതല്ലേ കാണേണ്ടത്. അപ്പോൾ അതിനകത്തൊരു കാര്യം കൂടി പറയണം. സപ്പോസ് വി ഹാവ് എ വെക്റ്റർ സേ ആർ ഈക്വൽ ടു R1 R2 R3 3 കമ്പോണൻസിലൊരു വെക്റ്റർ ഉണ്ട്, ഒരു പോയിൻ്റും ഉണ്ട്, x0 y0 z0. ഈ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഈ വെക്റ്ററിന് പാരലൽ ആയിട്ടുള്ളൊരു ലൈൻ കണ്ടെത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ എന്താ? ആ ലൈനിൻ്റെ ഇക്വേഷൻ നമുക്ക് ജനറലി എങ്ങനെ എഴുതാം? പാരാമെട്രിക് ഇക്വേഷൻ എങ്ങനെ എഴുതാമെന്ന് വെച്ച് കഴിഞ്ഞാൽ x ഈക്വൽ ടു x0 പ്ലസ് R1 ഇൻറ്റു ടി, പിന്നെ y ഈക്വൽ ടു y0 പ്ലസ് R2 ഇൻറ്റു ടി, z ഈക്വൽ ടു z0 പ്ലസ് R3 ഇൻറ്റു ടി. ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് പാരലൽ വെക്ടറായിട്ട് തന്നിട്ടുള്ളത് ഗ്രാഡ് എഫ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഗ്രാഡ് എഫ് കാണാം. സോ ഗ്രാഡ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എഫ് എക്സ് എഫ് വൈ എഫ് സെഡ് അല്ലേ. സോ എഫ് എക്സ് കാണാൻ ആദ്യം. ഇതൊക്കെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഈ പോയിന്റ്, ഇവിടെ നമുക്ക് തന്നിട്ടുള്ള പോയിന്റ് ഏതാണ്? ഒരു പോയിന്റ് തന്നില്ല അല്ലേ. 1 -1 5 1 -1 5 എന്ന് പറയുന്ന പോയിന്റിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ പറഞ്ഞതൊക്കെ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. സോ റിമെമ്പർ ദാറ്റ്. സോ എഫ് എക്സ് എന്താ ഇവിടെ? ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. സോ വിൽ ബി 1/2 into 2x which is x. fy is, these are small letters. So fy is 1/2 into 2y which is y again. fz is -1. Right. So fx at 1 -1 5 is x-ൻ്റെ വാല്യൂ എന്താ? ഇവിടെ 1 ആണ്. ഇവിടെ എന്താ? y-യുടെ വാല്യൂ -1 ആണ്. ഇവിടെ എന്താ? ഇത് -1. ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ്. അവിടെ ഇനി ഒന്നും ഡിപ്പെൻഡ് ചെയ്യാനോ ഒന്നുമില്ല. സോ ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻസ് ഉപയോഗിക്കാം. x0 y0 z0 ഇവിടെ തന്നിട്ടുണ്ട് 1 -1 5. സോ ദ പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ 1 -1 5 ആൻഡ് parallel to this given vector grad f is x equal to x0 എന്താ? 1 പ്ലസ് R1 എന്താ? ഇതല്ലേ 3 കമ്പോണൻസ്, ഗ്രാഡ് എഫിൻ്റെ 3 കമ്പോണൻസ്. ഇതാണ് R1 R2 R3. സോ R1 is 1 here, 1 into t. സോ 1 plus t. x equal to 1 plus t. y equal to y0 എന്താ? -1 പ്ലസ് R2 എന്താ? ഇവിടെ സെക്കൻഡ് കമ്പോണൻറ്റ് എന്താ? -1 into t. സോ 1 -1 minus t. ഓക്കെ, -1 minus t. -1 minus t. പിന്നെ z എന്താ? z0 പ്ലസ് R3 ഇൻറ്റു ടി. z0 എന്താ? ഇവിടെ 5 ആണ്. പ്ലസ് R3 എന്താ? -1. സോ -1 ഇൻറ്റു ടി. അപ്പോൾ എന്ത് കിട്ടി നമുക്ക് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ ഫങ്ഷൻസ് ഓഫ് ടി. സോ എക്സ് ഓഫ് ടി ഈക്വൽ ടു 1 പ്ലസ് ടി, y ഓഫ് ടി ഈക്വൽ ടു -1 മൈനസ് ടി, z ഓഫ് ടി ഈക്വൽ ടു 5 മൈനസ് ടി. സോ ഈ 3 ഇക്വേഷൻസാണ് എന്ത്? ഈ തന്നിട്ടുള്ള സർഫസിൽ 1 -1 -5ലേക്കുള്ള നോർമൽ ലൈൻ. ഓക്കെ, സോ നോർമൽ ലൈൻ ബൈ ഡെഫിനിഷൻ എന്താണ്? പാസിംഗ് ത്രൂ എ സ്പെസിഫിക് പോയിന്റ് ആൻഡ് പാരലൽ ടു ദ ഗ്രേഡിയൻറ്റ് വെക്റ്റർ. അതെങ്ങനെ കണ്ടുപിടിക്കുക? നമ്മൾ ആദ്യം ഗ്രേഡിയൻറ്റ് വെക്റ്റർ കാണുന്നു, പിന്നെ ഈ 3 ഇക്വേഷൻസ് ഉപയോഗിക്കുന്നു. x equal to x0 plus R1 t, y equal to y0 plus R2 t, z equal to z0 plus R3 t. ഈ R1 R2 R3 തന്നെ എന്താ? ഒന്നുമല്ല, എഫ് എക്സ് എഫ് വൈ എഫ് സെഡ് ആണ്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ മാറ്റി എഴുതാം. ഓക്കെ, ഇതൊരു ജനറൽ കേസ് പറഞ്ഞതാണ്. ഈ x0 y0 z0 എന്താ? തന്നിട്ടുള്ള പോയിൻറ്റ്സിൻ്റെ കോർഡിനേറ്റ്സ്. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ വി വാലുവേറ്റ് ദ നോർമൽ ലൈൻ.